നമ്മ ഇന്ന് പാഞ്ഞുകൊണ്ട് വന്ന് എങ്ങോട്ടും നോക്ക്. ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഗസ് ചെയ്ത് അല്ലേ? വേണ്ട, ഞാൻ തന്നെ പറയാം. ഇത് നമ്മളെ ദാഫ്സ മെട്രോ സ്റ്റേഷന്റെ അടുത്തുള്ള അൽത്തവാർ സ്ക്വയർ. പണ്ടില്ലേ ഒരു 2 കൊല്ലം മുന്നേ ഈ ഭാഗത്തുണ്ടല്ലോ ഒരു ഈച്ച പോലും വരുന്നുണ്ടായി. ഞാൻ ഈ ഭാഗത്ത് താമസം ഉണ്ടായിന്. അപ്പൊ ഞാൻ ജിമ്മിൽ പോകുന്ന വയ്യാന്ന് ഇതല്ല. അപ്പോൾ ഈ ഭാഗത്തൊന്നും ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അൽത്തവാർ സ്ക്വയർ ഇവിടെ വന്നേ പിന്നെ ഒരു പെട്രോൾ പമ്പ് പൊളിച്ചിട്ടാണ് ഈ അൽത്തവാർ സ്ക്വയർ ഉണ്ടാക്കിയത്. ഒരു രക്ഷയില്ല. റെസ്റ്റോറൻറ്റ്സ്, ഡെസേർട്ടിന്റെ ഷോപ്പ്, ഫലൂദ നേഷൻ, ഷവർമ, മന്തി എല്ലാം കിട്ടും. വീക്കെൻഡിൽ എൻ്റെ മോനെ മംഗലത്തിന്റെ തിരക്കാന്ന് ഇടാം. നമ്മ വന്നത് വീക്കെൻഡ് അല്ല, വീക്ക് ഡേ ആണ് ഇപ്പൊ ഉള്ളത്. ഒരു 7-7:30 ആകുമ്പോഴുള്ള സിറ്റുവേഷൻ ആന്നിട്ട് ഇത്. മോളത് ഈ ഫൗണ്ടൈൻ കണ്ട പിന്നെ മോളവിടെ നിന്ന് അനങ്ങുന്നില്ല. അപ്പൊ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ PV അശ്വതി പറഞ്ഞു നമുക്ക് ഡിസേർട്ട് കഴിക്കാൻ ചിട്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഹബീബ് ബേക്കറി ആണ് ചൂസ് ആക്കിയത്. പക്ഷെ നല്ല സിറ്റിംഗ് സ്പേസ് എല്ലാം മുമ്പിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഹബീബ് ബേക്കറി, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കയറുന്നത്. ഒരു ഇമാതിരി ബേക്കറിയിലൊന്നും ഞാൻ കയറിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ബേക്കറി കയറുന്നല്ല, കേക്ക് ഷോപ്പിലെല്ലാം കയറിയിട്ടുണ്ട്. ഇമാതിരി ബേക്കറിയിൽ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. അപ്പൊ അവിടെ കയറിയപ്പോൾ കുറേ ഐറ്റംസ്, പാസ്ട്രീസും കേക്കും അതേപോലെ അറബിക് സ്വീറ്റ്സ്, പിന്നെ നമ്മളെ നാട്ടിലെ ജിലേബി പോലത്തെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടായി. അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നു. നമ്മളെ നാട്ടിലെ ജിലേബിന്റെ 7 ആലത്ത് പോലും എത്തൂല കേട്ടോ, അത് വേറെ കാര്യം. ബാക്കിയുള്ള സ്വീറ്റ്സ് ഒക്കെ കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ പറയാം, അവിടെയുള്ള സ്റ്റാഫ് ഓൾമോസ്റ്റ് ഒരു 80% എല്ലാം മലയാളീസ് ആണ് കേട്ടോ. പുറമെ കാണുമ്പോൾ ഞാൻ വിചാരിച്ച ഫുൾ അറബികളായിരിക്കുന്നു. തെറ്റി ഗൈസ്, ഇവിടെയും മലയാളീസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ഓർഡർ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിൽ കുറച്ചൊന്ന് അന്താളിച്ച് പോയെങ്കിലും ഞാനൊന്ന് അവിടെ ചുറ്റി നടന്ന് നോക്കി. കേക്ക്സിന് നല്ല പാങ്ങില്ല കേക്ക് ഉണ്ടായിരുന്നു. ചെറിയ കുഞ്ഞു കുഞ്ഞു കേക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതേപോലെ നമ്മൾ സ്പെഷ്യൽ ഡേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കേക്ക് ഉണ്ടല്ലോ, അജാതി കേക്ക് ഒക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം റേറ്റും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. വലിയ കേക്കും ഉണ്ട്, കസ്റ്റമൈസ്ഡ് കേക്കും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം അറേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണമോ മംഗലോ അടിയന്തരോ എന്തുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ സെറ്റാക്കി തരുന്ന പറഞ്ഞത്. കേക്കോ ഹാമ്പേഴ്സോ സ്വീറ്റ്സോ ഗിഫ്റ്റോ എന്ത് സെറ്റാക്കി തരുന്ന അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ ചുറ്റി നടന്ന് അവിടെ എല്ലാ ആൾക്കാരെല്ലാം പൊറിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാന്നുള്ള പ്ലാനിൽ സീറ്റിൽ വന്നിരുന്നു. ഡൈനിങ് സ്പേസ് അത്യാവശ്യം 3-4 ടേബിളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ ഐറ്റം വന്നു. 1 സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്, 2 തിരാമിസു, പിന്നെ 3 മിൽക്കിന്റെ കേക്കും. അപ്പം ഞാൻ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കിൽ ലൈവായിട്ട് ചോക്ലേറ്റ് സോസ് ഒഴിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അവർ ഒഴിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതൊരുമാതിരി ചതിയായി പോയി, എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം തിരാമിസു ടേസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല, ഓക്കെയാണ്. സാൻ സെബാസ്റ്റ്യൻ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു പൈസക്ക് വർത്താണെന്ന് തോന്നുന്നു. കാണാൻ 3 ഐറ്റം ഉള്ളെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആർക്കും അങ്ങനെ തിന്നാൻ പറ്റിയില്ല. ഒരു പകുതി മുക്കാലോളം കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും വയറ് നിറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത 3 സാധനം അടിപൊളി ഉണ്ടായിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കണം എന്നാകൊണ്ട് നേരെ പാഞ്ഞുകൊണ്ട് വന്നോട്ടെ. ഹബീബ് ബേക്കറി, ലൊക്കേഷൻ ദാഫ്സ മെട്രോന്റെ തൊട്ടടുത്ത്. വിക്കോട്ടിനോട് റേറ്റിംഗ് എത്ര കൊടുക്കുമ്പോൾ വിക്കോട്ടിന് ഒരേ ചിരി. അപ്പോൾ എല്ലാവരും പാഞ്ഞുകൊണ്ട് വന്നോട്ടാ.